ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് രാജാവായിട്ട് തന്നെ പറഞ്ഞയച്ചു തന്ന നമ്മുടെ നേതാവാണ് സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് അതായ റസൂൽ മലിക്കുൽ ഹിന്ദ് താജ് വിലായത്തുൽ ഹിന്ദ് ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം അശ്ശൈഖ് മുഈനുദ്ദീൻ അൽ ജിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീന മഹാനവർകൾ അവരുടെ ഉറൂസ് കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അജ്മീറിൽ പോയവർ നമ്മളെ കൂട്ടത്തിൽ എമ്പാടും ഉണ്ടാകുമെന്നറിയാം. ഇന്ത്യ ധാരാളം ആളുകൾ ഭരിച്ചിട്ടുണ്ട്. 800 വർഷത്തോളം മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ശേഷം പലരും ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ആ ഭരണങ്ങളെല്ലാം കുറച്ചു കഴിയുമ്പോൾ നീങ്ങുന്ന ഭരണമാണ്. എന്നാൽ ആത്മീയമായി ഇന്ത്യയുടെ സൽത്തനത്ത് സുൽത്താനുൽ അംബിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത മഹാനാണ് മുഈനുദ്ദീൻ അൽ ജിസ്തി അൽ അജ്മീരി തങ്ങൾ. ബഹുമാനപ്പെട്ടവർ ഫാരിസിക്കാരനാണ്. 40ഓളം ആളുകളുമായി 40ഓളം ഔലിയാക്കന്മാരുമായി ഇന്ത്യ രാജ്യത്ത് വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്ത്യ രാജ്യത്തേക്ക് വരാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തത് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇന്ത്യയിലേക്ക് നിയമിച്ചത് മുത്തുനബി തങ്ങളാണ്. ഇന്ത്യയിലേക്ക് വഴി പറഞ്ഞു കൊടുത്തത് മുത്തുനബി തങ്ങളാണ്. ഇന്ത്യയിൽ നിങ്ങൾ മറവിട്ട് കിടക്കണമെന്നുള്ള വിവരം അറിയിച്ചു കൊടുത്തതും അവിടെയാണ് നിങ്ങളെ മറവാടേണ്ടത് എന്നും അറിയിച്ചു കൊടുത്തതും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മുടെ രാജ്യത്തെ ഹബീബായ തങ്ങൾ പരിഗണിച്ചു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ ധാരാളം മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. വലിയ വലിയ സ്ഥാനങ്ങളുള്ളവർ, ദീനിന് വലിയ വലിയ ഖിദ്മത്ത് ചെയ്തവർ. എന്നാൽ ഒരു മനുഷ്യ മനസ്സിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു സ്ഥാനമാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ അൽ ജിസ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്ന് നമുക്ക് കാണാം. മാത്രവുമല്ല, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ലോകാടിസ്ഥാനത്തിൽ പറയാം, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന മുനവ്വറയിലുള്ള സിയാറത്തിന്റെ ജനബാഹുല്യത്തെ നാം ഒക്കെ കണ്ടിട്ടുണ്ട്. അത് കഴിച്ചാൽ പിന്നീട് ഇത്രയും അധികം ആളുകൾ വന്ന് സിയാറത്ത് ചെയ്യുന്ന ഒരു കേന്ദ്രം ഈ ഭൂഖണ്ഡത്തിൽ നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ അത് അജ്മീറിൽ വന്ന് കാണണം. അത്രയും അധികം ആളുകൾ വരുന്ന ഒരു സിയാറത്ത് കേന്ദ്രം വളരെ അപൂർവമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഒരു ദിവസത്തിൽ തന്നെ അവിടുത്തെ പ്രവർത്തനം കാരണമായി 10,000-കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ചരിത്രത്തിൽ 1 കോടിയോളം വരുന്ന മനുഷ്യ മനസ്സുകളെ ഇസ്ലാമിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ. തീർന്നില്ല. ബഹുമാനപ്പെട്ടവര് കയ്യിൽ വാളേന്തിയിട്ടില്ല. യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രീതിയിൽ യുദ്ധക്കളത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ ഇറങ്ങിയിട്ടില്ല.
ബഹുമാനപ്പെട്ടവരുടെ സ്വഭാവ ഗുണങ്ങളും പെരുമാറ്റ ചിട്ടങ്ങളും അവിടുത്തെ ജീവിത ശൈലിയും അവിടുന്ന് അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് അദ്ദേഹം മഹാനിലൂടെ കാണിച്ചു കൊടുത്തിട്ടില്ല അത്ഭുതകരമായ കറാമത്തുകളും കണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് മൗലൂദ് കിതാബിൽ കാണാം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മാരണക്കാരൻ സാഹിര്യങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ടവർക്ക് നേരെ സിഹ്ർ ചെയ്യുന്ന വ്യത്യസ്തമായ രൂപങ്ങളും തീഗോളങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് നേരെ പറഞ്ഞേക്കുന്ന രീതിയിൽ ശൈത്വാനിയത്തിന്റെ അപാരമായ പ്രവർത്തനത്തിലൂടെ ആ വ്യക്തി ബഹുമാനപ്പെട്ടവർക്ക് നേരെ തീഗോളങ്ങളാക്കുകയും പാമ്പുകളാക്കുകയും മറ്റ് ജീവജാലങ്ങളെയൊക്കെ ആക്കുകയും ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ടവർ 40 ആളുകളും ഒരു വൃത്തം വരച്ചു. കൈകൊണ്ടാണ് ഒരു വൃത്തം വരക്കുന്നത്. ഒരു വൃത്തം വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഈ 40ഓളം ആളുകളോട് ഇരുന്ന് നിങ്ങൾ ഇബാദത്ത് ചെയ്തോളൂ. ഈ വൃത്തത്തിന്റെ ഉള്ളിലേക്ക് ഒരാളും വരൂല. ബഹുമാനപ്പെട്ടവർക്ക് നേരെ ഈ സാഹചര്യങ്ങൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നു. അതൊക്കെ വന്ന് ഈ വൃത്തത്തിന്റെ വരയുടെ അടുത്തെത്തുമ്പോഴേക്ക് അതവിടെ നിഷ്ഫലമായി പോവുകയാണ്. പാമ്പുകളൊക്കെ അയച്ചിട്ട് അത് ആ വൃത്തത്തിന്റെ അടുത്തെത്തുമ്പോ അതൊക്കെ അവിടുന്ന് ചത്തു വീഴുകയാണ്. ബഹുമാനപ്പെട്ടവർ വന്ന് തേളുകളെയും മറ്റ് ജീവികളൊക്കെ അയച്ച് ആ വൃത്തത്തിന്റെ അടുത്തെത്തി ചത്തു വീഴുന്നത് കണ്ട് സാഹിര്യങ്ങൾ വരെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഈ അത്ഭുത മനുഷ്യന്റെ മുന്നിലേക്ക് ഇവരുടെ ഒരു കുതന്ത്രങ്ങളും ഫലിക്കുന്നില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ടവരാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. അവിടുന്ന് ഇബാദത്തിലാണ്, അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിലാണ്, റബ്ബിനോടുള്ള ദുആയിലാണ്. അവിടുന്ന് ആ ചത്തു വീണ ഓരോ പാമ്പുകളെയും എടുത്ത് മഹാനവറുകൾ എറിയുകയാണ്. എറിഞ്ചത് വീണെടുത്ത് വെച്ച് ആ സ്ഥലങ്ങളിലെല്ലാം ഓരോ മരങ്ങൾ പൊടിച്ചു പൊന്തുകയാണ്. കറാമത്താണ്. അങ്ങനെ അത്ഭുതകരമായി ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് സാഹിര്യങ്ങൾക്ക് മനസ്സിലായി ഒരു സിഹ്ർ കൊണ്ട് നടക്കുന്നതല്ല ബഹുമാനപ്പെട്ടവർ കാണിക്കുന്നത്. നാം പഠിച്ചു വെച്ചിട്ടുള്ള ഏതെല്ലാം മേഖലയുണ്ടോ അതൊക്കെ മനുഷ്യ കഴിവാണ്, ശൈത്വാനിയത്തിന്റെ കഴിവാണെങ്കിൽ അതിനും അപ്പുറത്തുള്ളൊരു കഴിവാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ കാണിക്കുന്നത്. അതാണ് കറാമത്തിലൂടെ ബഹുമാനപ്പെട്ടവർ അവിടെ കാണിച്ചത്. എന്തിനേറെ മൗലൂദ് കിതാബിൽ കാണാം, ഈ സാഹിർ എല്ലാ കുതന്ത്രങ്ങളും കാണിച്ച് ഫലിക്കാതെ വന്നപ്പോ അവൻ തന്നെ വായുമണ്ഡലത്തിലേക്ക് ഇങ്ങനെ പറന്നു എന്നാ കാണിക്കുന്നത്. അവൻ തന്നെ വായുമണ്ഡലത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു ബഹുമാനപ്പെട്ടവരെ ഭയപ്പെടുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ അത് ധരിച്ചിരുന്ന മെതിയടിയെ നേരെ അവരെ കവിച്ചിട്ടെടുത്തുന്ന ഒരു ചൂണ്ടലാണ് മെതിയടിനോട് ഉയരാൻ. ചരിത്രത്തിൽ കാണാൻ നമ്മളൊക്കെ വീട്ടിലുള്ള മൗലൂദ് കിതാബിൽ ഇതൊക്കെ ഒന്ന് അർത്ഥം വെച്ച് നോക്കിയാൽ ആ മെതിയടിയോട് ആംഗ്യം കാണിച്ചിട്ടേ ഉള്ളൂ. ആ മെതിയടി ഉയർന്നു പോവുകയും വായുവിൽ ഇങ്ങനെ നിൽക്കുന്ന ആ സാഹിര്യങ്ങളുടെ നേതാവ് ആ മനുഷ്യനെ ഈ മെതിയടി ഉയർന്നു പോയിട്ട് അവന്റെ തലക്കിട്ട് പോയി അടിക്കുകയാണ്. അവനിക്ക് വായുമണ്ഡലത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല. ഒരു ജീവനുള്ള ഒരു മനുഷ്യന് ശൈത്വാനിയത്തിന്റെ കഴിവ് മുഖേന അവൻ കാണിക്കുന്ന സിഹറിന്റെ കടുപ്പമായ ആ ഒരു പ്രവർത്തനത്തെ ബഹുമാനപ്പെട്ടവർ ഒരു മെതിയടിയെ വായുമണ്ഡലത്തിലേക്ക് പറത്തിയിട്ടാണ് പകരം ചെയ്യുന്നത്. അവനിക്ക് വായുവിൽ നിൽക്കാൻ കഴിയാതെ താഴേക്ക് ഇറങ്ങേണ്ടി വന്നു. അതോടുകൂടി അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു, ഇത് സാധാരണക്കാരനല്ല. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു നദിയുടെ അപ്പുറത്തുള്ള പാറക്കല്ലിനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പോ ആ പാറക്കല്ല് വന്ന ചരിത്രം ഹദീസിൽ കാണാം.
ഒരു മരത്തിനെ പിടിച്ചിട്ട് എനിക്ക് ഭയപ്പെടണം, മരത്തിനോട് പറയുകയാ ഞാൻ അല്ലാഹുവിന്റെ റസൂലാ, വരൂ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് ആ മരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി വേരുകൾ പൊട്ടിച്ച് ഹബീബായ തങ്ങൾക്ക് ഭയപ്പെടുന്ന രീതിയിൽ ആ മരം പിച്ച വെച്ച് വരികയാണ്. എങ്ങനെയാണത് ഒറ്റത്തടിയിൽ ഇങ്ങനെ പിച്ച വെച്ച് വരുന്ന രംഗം സഹാബത്തികൾ കണ്ടു, നേർക്ക് കണ്ടു. ആ പാറക്കല്ലിനോട് വരാൻ പറഞ്ഞപ്പോൾ ആ പാറ ഇളകി ആ നദിയിൽ മുകളിലൂടെ അങ്ങനെ നീന്തി നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ നീന്തി കരയെത്തി. ഇതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നടന്ന മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. എന്നാൽ അജ്മീർ ഖാജ തങ്ങള് ആ സാഹിറിന്റെ മുന്നിൽ ഈ ഒരു പ്രവർത്തനം കാണിച്ചപ്പോ അവിടുന്ന് ഖാജ തങ്ങളുടെ മുന്നിൽ അതാ വണങ്ങുകയാണ്. എന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും അങ്ങ് നിഷ്ഫലമാകുന്ന രീതിയിൽ, ഞങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ചെരുപ്പിന്റെ മെതിയടി കൊണ്ടൊക്കെ ഈ ഒരു തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചപ്പോ ഒരു റൗണ്ട് വരച്ചുകൊണ്ട്, വൃത്തം വരച്ചുകൊണ്ട് ആ വൃത്തത്തിന്റെ ഉള്ളിലേക്ക് ഒരു പ്രവർത്തനത്തെയും കടക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ കരങ്ങളെ കൊണ്ടൊരു വരക്കുമ്പോഴേക്ക് ഇത്രയും വലിയ ഒരു കാവൽ അതിനുണ്ടെങ്കിൽ കാഴ്ചയിൽ ഒരു വലയിട്ടിട്ടില്ല, കാഴ്ചയിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേലി അവിടെ കെട്ടിയിട്ടില്ല. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഒരാൾക്കും കടക്കാൻ കഴിയുന്നില്ല. ഇത്രയും വലിയ കാവലുണ്ടെങ്കിൽ അതാണ് മുഅ്മിനെ കാവൽ. ആ മഹാന്മാരൊക്കെ നേടിയ കാവലാണ് ബദരീങ്ങളുടെ കാവൽ, മഹാന്മാരുടെ കാവൽ. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ കടന്നുപോയ മേഖല ഔലിയാക്കന്മാർ വരെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഖാജ മുഈനുദ്ദീൻ അൽ-ജിസ്സീൽ അജ്മീരി തങ്ങൾ മദീന മുനവ്വറയിൽ ചെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുനാജാത്ത് സലാം പറഞ്ഞിട്ട് സലാം അടക്കുകയും മുത്തുനബി തങ്ങളുമായി സംസാരിക്കുന്നത് സയ്യിദി അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ കണ്ടപ്പോ ബഹുമാനപ്പെട്ടവരെ വരെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഹബീബായ തങ്ങൾ ഇത്രയും പരിഗണിക്കുന്നു. കാരണം മുത്തുനബി തങ്ങളുടെ സന്താന പരമ്പരകളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങള്. അവിടുത്തെ ഉമ്മ മാഹിനൂർ എന്ന് പറയുന്ന ഉമ്മ ഓരോ ദിവസവും ഖുർആൻ ഖതം തീർക്കാൻ ശ്രമിക്കുന്നവരാ. അത്രയും പവറുള്ള ഉമ്മയുടെ മോന ബഹുമാനപ്പെട്ടവരുടെ ഉപ്പയും അതുപോലെ വലിയ മഹത്വമുള്ള മഹാനാണ്. ഇവരൊക്കെ ഹാജ തങ്ങളെ വളർത്തിയ രംഗം, പിന്നീട് ബഹുമാനപ്പെട്ടവർ വളർന്ന രംഗം ബഹുമാനപ്പെട്ട ഔസുൽ തങ്ങളാണ് ഹാജ തങ്ങൾക്ക് ശൈഖിനെ കാണിച്ചു കൊടുക്കുന്നത്. ഈ കുട്ടിയുടെ ശൈഖ് ഞാനല്ല, ഈ കുട്ടിയുടെ ശൈഖ് ഖുറാസാനിലുള്ള ഉസ്മാൻ എന്ന് പറയുന്ന മഹാനാണ്, ഖുത്ബുൽ അഖ്താബാണ്. അങ്ങനെയാണ് ഖുറാസാനിൽ പോയിട്ട് ഉസ്മാനുൽ ഹാറൂനി എന്ന് പറയുന്ന മഹാനവറുകളുടെ ശിക്ഷണം സ്വീകരിക്കുന്നത്. 20ഓളം വർഷം ആ ഗുരുവിന്റെ തണലിൽ ശിക്ഷണം സ്വീകരിച്ച ഇൽമിന്റെ മേഖല, മാരിഫത്തിന്റെ മേഖല, ഹഖീഖത്തിന്റെ മേഖല, അങ്ങനെ തുടങ്ങി റിയാദയുടെ കർശനമായ ചില റൂട്ടുകള് ഇതെല്ലാം നേടി വിജയിച്ച് ബഹുമാനപ്പെട്ടവർ അതാ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ വഫാത്താകുമ്പോൾ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുകയാ. ഏൽപ്പിച്ചു കൊടുത്തപ്പോഴോ അല്ലാഹു തആല കൊടുത്ത തൗഫീഖ് എത്രയാണ്? ഒരു ദിവസം 2 ഖതം ഓതുന്ന മഹാനായി അജ്മീർ ഖാജ വളർന്നുപോയി. ഞാൻ ചോദിക്കട്ടെ, ഔലിയാക്കന്മാരുടെ ചരിത്രം നമ്മൾ പറയുമ്പോ, അവിടെ കറാമത്തുകൾ നമ്മൾ കേൾക്കുമ്പോ, ഒരു ദിവസം 2 ഖതം ഓതുന്ന മഹാൻ ഇന്ത്യ രാജ്യത്ത് നമ്മൾ വേറൊരാളെ കേട്ടിട്ടുണ്ടോ? അത്ഭുതമാണ്. അജ്മീർ ഖാജ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത തൗഫീഖ്. ഒരു ദിവസം 2 ഖതമോളം ഓതാനുള്ള തൗഫീഖ് ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുകയാണ്. സാധാ ദിവസം പറയുന്നത് റമദാനിലല്ല, 27-നല്ല, 365 ദിവസം എന്ന് പറയാം. ബഹുമാനപ്പെട്ടവർ ദിവസം 2 ഖതം ഓതുന്ന രീതിയിൽ അല്ലാഹു തആല മഹത്വം കൊടുത്തു. ഖുർആൻ മനപ്പാഠമാക്കി 10,000 ഖതം ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ഓതി തീർത്തു. ആരുണ്ട് ഇതുപോലെ ഒരാൾ? വെറുതെ ഒരു മഹാൻ ഒരു വലിയ സ്ഥാനത്തെത്തുന്നത്.
ബഹുമാനപ്പെട്ട ഹാജാ തങ്ങള് 70ഓളം വർഷം രാത്രി കിടന്നുറങ്ങാൻ ശ്രമിച്ചില്ല. ഇശാഇന്റെ ഒന്നുകൂടി സുബ്ഹി നിസ്കരിക്കുന്ന രീതിയിൽ മഹാനവറുകളുടെ ജീവിതം രാത്രിയിൽ ഇബാദത്തിലായി കഴിച്ചുകൂട്ടി. ഞാൻ പറയട്ടെ, ആ സാഹിർ ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് ലാസ്റ്റ് വന്ന് വണങ്ങുകയാ. ശൈഖ് അവറുകളെ, എനിക്ക് അങ്ങയുടെ കൂടെ കൂടണം, അങ്ങയുടെ കൂടെ കൂടണം. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ശൈഖ് അവറുകൾ ഒരാളോടും നീ ഇസ്ലാമിലേക്ക് വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടില്ല. ഒരാൾ ഇസ്ലാമിലേക്ക് വരാത്തതിന്റെ പേരിൽ ശിക്ഷിച്ചിട്ടില്ല. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അങ്ങനത്തെ യാതൊരു കുതന്ത്രവും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അവിടുത്തെ ജീവിതം കണ്ട് ആ ജനങ്ങൾ മുഴുവനും അതാ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ സ്വീകരിക്കുന്നു, അബ്ദുള്ള എന്ന പേര് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ശൈഖ് അവറുകള് ആ അബ്ദുള്ള ഇതുവരെ വായുവിലേക്ക് പറന്നത് സാഹിരികളുടെ പ്രവർത്തനത്തിലൂടെയാണെങ്കിൽ, അതേ ശൈത്വാനിയത്തിന്റെ കഴിവാണെങ്കിൽ അത് മുഴുവനും ഊരി വലിച്ചെറിഞ്ഞ് ഇസ്ലാമിലേക്ക് വന്ന അബ്ദുള്ള പിന്നെ ഒന്ന് പൊന്താൻ കഴിയുന്നില്ല, അനങ്ങാൻ കഴിയുന്നില്ല. അതെല്ലാം ഉപേക്ഷിച്ചു, ആ രീതിയെല്ലാം മാറ്റിവെച്ചു. പക്ഷേ ശൈഖ് അവറുകളുടെ കൈപിടിച്ച് രണ്ടാളും ഒന്ന് ഉയർന്നങ്ങ് കാണിച്ചു കൊടുത്തു. ശൈഖ് അവറുകള് വായുവിലേക്ക് എവിടെയോ പൊന്തിയെന്ന് മൗലിദ് കിതാബിൽ നമുക്ക് കാണാം. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് അവിടുത്തെ ഖിദ്മത്തിലായി കഴിയണം, അവിടുത്തെ ഖിദ്മത്തിലായി എനിക്ക് കഴിയണം. ബഹുമാനപ്പെട്ട അബു സഅദാത്ത് അഹ്മദ് കോയ ശാലിയാത്തി റഹിമഹുല്ലാഹ് മഹാനവറുകളെ മൗലിദ് കിതാബിൽ കാണാം, എനിക്ക് അങ്ങയുടെ ഖിദ്മത്തിലായി ധാരാളം കാലം കഴിയണമെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ആ തൗഫീഖ് നിനക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ തൗഫീഖ് കൊടുത്ത് ഇന്നും അജ്മീറിൽ ജീവിക്കുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ എന്റെ ഹയാത്ത് കാലത്തോളം, അജ്മീർ ഹാജാ തങ്ങൾ പറയുന്നു, എന്റെ ഹയാത്ത് കാലത്തോളം നിങ്ങൾ പരസ്യമായി ജീവിച്ചാൽ എന്റെ ഹയാത്തിന് ശേഷം അങ്ങനെ പരസ്യമായി ജീവിക്കരുത്. ഇന്നും കണ്ടില്ലേ നമ്മളെ നാട്ടിൽ ഖുദർ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ എവിടെയാണെന്ന് ആരും അറിയുന്നില്ല. പക്ഷേ കാണേണ്ടവർ കാണുന്നുണ്ട്, അറിയേണ്ടവർ അറിയുന്നുണ്ട്, അനുഭവിക്കേണ്ടവർ അനുഭവിക്കുന്നുണ്ട്. ഖുദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിക്കുന്നുണ്ട്, നമ്മുടെ വിശ്വാസമാ. ഇല്യാസ് നബി അലൈഹിസ്സലാം ജീവിക്കുന്നുണ്ട്, ഈസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ട്, ഇദ്രീസ് നബി അലൈഹിസ്സലാം വഫാത്തായിട്ടില്ലല്ലോ. 4 പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, അജ്മീർ ഖാജാ തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഒരു രാജ്യം, ഒരു നാട് മുഴുവനും മാറി എന്നല്ല, അവിടുത്തെ സത്യത്തിന്റെ വഴി കണ്ടപ്പോ ജനങ്ങൾ ഇത് ഹക്കാണെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട പിന്നിൽ കൂടുകയാണ്. അങ്ങനെ അജ്മീർ ഖാജാ തങ്ങള് ഇബാദത്തിൽ തന്നെ ബഹുമാനപ്പെട്ടവർ അവിടെയാണ് നോക്കേണ്ടത്. ഓരോ ദിവസവും 2 ഖത്ം ഓതുന്ന മഹാൻ സാധാരണഗതിയിൽ ഇങ്ങനെ തായോട്ട് നോക്കിയിട്ടാണ് എപ്പോഴും ഇരിക്കാറുള്ളത്. അധികവും എപ്പോഴെങ്കിലും ഒന്ന് മുകളിലോട്ട് നോക്കും, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം ഒന്ന് നോക്കും, പിന്നെയും കണ്ണങ്ങ് താത്തും. അങ്ങനെ ജീവിക്കുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജാ തങ്ങൾ. അവിടുത്തെ കറാമത്തുകളിൽ ബഹുമാനപ്പെട്ട ബഖ്തിയാർ കാക്കി ദഹ്ലവി എന്ന് പറയുന്ന അവിടുത്തെ ശിഷ്യന്മാരിൽ, മുരീദന്മാരിൽ, ഖലീഫമാരിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന, ഡൽഹിയുടെ സൽത്തനത്ത് അധികാരം കൊടുത്ത ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഡൽഹിയുടെ അധികാരം കൊടുത്ത ബഹുമാനപ്പെട്ട ബഖ്തിയാർ കാക്കി ദഹ്ലവി എന്ന് പറയുന്ന മഹാനവറുകൾ പറയുന്നത് കാണാം, നമ്മുടെ ശൈഖുനാ അജ്മീർ ഖാജാ തങ്ങള് എല്ലാ ദിവസവും രാത്രി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യുകയും ഇശാഇന് ശേഷം അജ്മീറിൽ നിന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പോകുകയും സുബഹിയാകുമ്പോഴേക്ക് അജ്മീറിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. അജ്മീർ ഖാജാ തങ്ങളുടെ മൗലിദിൽ കാണാം, അവിടുത്തെ ചരിത്രത്തിൽ കാണാം, ബഖ്തിയാർ കാക്കി ദഹ്ലവി തങ്ങൾ പറയുന്നു, നമ്മുടെ ശൈഖ് ചില്ലറക്കാരനല്ല. ബഹുമാനപ്പെട്ടവർ മദീനയിൽ ദിവസം പോയി സിയാറത്ത് ചെയ്യുന്ന ആളാം. 1000കണക്കിന് തവണ മദീനയിൽ പോയ മഹാനാ, 1000കണക്കിന് തവണ ഉംറ ചെയ്ത മഹാനാ. അങ്ങനെ തുടങ്ങി ധാരാളം മഹത്വം ബഹുമാനപ്പെട്ടവരെ പറ്റി പറയുന്നത് കാണാം. ഓരോ ഖത്മും ഓതി കഴിയുമ്പോഴേ ആകാശത്തു നിന്നൊരു വിളിയാളം കേൾക്കും, ഖബിൽനാ
നിങ്ങൾ ഇന്നൊന്നും ഈ ഖത്തം സ്വീകരിച്ചിരിക്കുന്നു എന്നെ ആകാശത്തിൽ നിന്നും വിളിയാളം കേൾക്കുന്ന തരത്തിൽ അല്ലാഹു തആല പരിഗണിച്ച മഹാനാ ഖാജാ മുഈനുദ്ദീൻ അൽ-ജസീൽ അജ്മീരി. ബഹുമാനപ്പെട്ടവർ അജ്മീറിൽ വന്നപ്പോ നിങ്ങൾ കേട്ടിട്ടില്ലേ, അവിടുത്തെ അന്നത്തെ രാജാവ് പൃഥ്വിരാജാവ് എന്ന് പറയുന്ന ആ രാജാവ് വെള്ളം തടഞ്ഞപ്പോ അവിടുത്തെ അനാസാഗർ എന്ന് പറയുന്ന വെള്ളം, എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം, ആ വെള്ളം ബഹുമാനപ്പെട്ടവർക്കും കൂട്ടർക്കും തടഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ടുവരാൻ അവിടുത്തെ ഖലീഫമാരോട് മുരീദന്മാരോട് കൽപ്പിച്ചു എടുത്തുകൊണ്ടുവന്നു. ബഹുമാനപ്പെട്ടവർക്ക് തടഞ്ഞപ്പോ അനാസാഗർ വറ്റി വരണ്ടു പോയി, ആർക്കും വെള്ളമില്ലാതെ ആയി മാറി. അവരൊക്കെ ബേജാറായി, അവരൊക്കെ പ്രയാസത്തിലായി. അവിടെ വെള്ളമില്ല എങ്കിൽ അവര് പട്ടിണി കിടക്കേണ്ടി വരും. അങ്ങനെ അതാ രാജാവിന്റെ അടുക്കൽ ചെന്ന് ആരോ പറഞ്ഞു കൊടുത്തു, ആ ഫക്കീറിന് വെള്ളം തടഞ്ഞു. പിറ്റേ ദിവസം മുതലേക്ക് അവിടെ വെള്ളമില്ല, എന്തോ ഒരു ശാപം അവിടെ വന്നിട്ടുണ്ട്. രാജാവ് ഉടനെ ആളുകളെ പറഞ്ഞേച്ച് മാപ്പ് ചോദിക്കാൻ വേണ്ടി പറയുന്നു. കാരണം എന്തേ, അല്ലാതെ വെള്ളം കിട്ടാൻ ഒരു വഴിയും കാണുന്നില്ല. അനാസാഗർ എന്ന് പറയുന്ന വലിയ ആ ഒരു നമ്മളെ ഭാഷയിൽ പറഞ്ഞ കുളമോ അല്ലെ നദിയോ എന്തെന്നെ ആകട്ടെ, ആ വലിയൊരു തടാകം, ആ തടാകത്തിലെ വെള്ളം വന്ന് വറ്റി വരണ്ട് ഇന്നും ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാം. ഖാജാ തങ്ങളോട് വന്ന് മാപ്പ് പറയുന്നു, നിങ്ങൾക്ക് വെള്ളം തടഞ്ഞു പോയത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് വെള്ളം ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഖാജാ തങ്ങള്, ഞങ്ങൾ ഇസ്ലാമിന്റെ നിയമം അറിയണോ, ഒരു വെള്ളത്തെ തടയാൻ ഒരു മുസ്ലിമിനും അധികാരമില്ല, ഒരു മനുഷ്യനിക്കും അധികാരമില്ല. സ്വന്തം കിണറിൽ കുഴിച്ച വെള്ളം പോലും അപ്പുറത്തുള്ള ഒരാൾ ചോദിച്ചാൽ അത് മുസ്ലിമാണെന്ന് നോട്ടമില്ല, അമുസ്ലിമാണെന്ന് നോട്ടമില്ല, കുടിക്കാൻ വെള്ളം കൊടുക്കേണ്ടി വരും. ഇസ്ലാമിന്റെ നിയമമാണത്. ഒരാൾക്ക് വെള്ളം തടയാൻ നമുക്ക് അവകാശമില്ല. കാരണം ഭൂമിയിൽ കടിയിലുള്ള വെള്ളം തരുന്നത് ആരാ? അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അത് നമ്മളൊരു കിണർ കുഴിക്കുമ്പോഴേക്ക് അത് നിന്റേതാണ്, എന്റേതാണ്, നമ്മുടേതാണെന്നുള്ള ആ ഒരു ചിന്ത ഇസ്ലാം അവകാശം കൊടുക്കുന്നില്ല. അതിന്റെ അധികാരം നിന്നിലാണെങ്കിലും തടയാനുള്ള അധികാരം നിനക്കില്ല. അതുകൊണ്ട് അനാസാഗറിലെ വെള്ളം ഞങ്ങൾ തടയുന്നില്ല, അല്ലാഹു തആലയാണ് അത് ചെയ്തത് എന്ന് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ആ വെള്ളം തിരിച്ചു തരാൻ റബ്ബുമായി നമ്മൾ ഇടപെടുന്നു. അതാ മുരീദിനോട് എടുത്തു വെച്ചിട്ടുള്ള ആ കൂജയിലുള്ള വെള്ളം അത് കൊണ്ടുപോയി ഒഴിക്കൂ നിങ്ങൾ അനാസാഗറിലേക്ക്. അതിൽ കൊണ്ടുപോയി ഒഴിക്കുന്നതും വലിയ തടാകമായത് മാറുന്നതും ഇന്ന് വരെ അത് വറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, ആ കറാമത്ത് ഇന്ന് വരെ മുഴുവൻ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യ മക്കളാ ചരിത്രം പഠിച്ച് അനാസാഗർ കാണാൻ പോകുന്നു. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ എത്ര അത്ഭുതങ്ങളാണ് അവിടെ കാണിച്ചത്. എന്നാലോ ജീവിതം മുഴുവനും ഇബാദത്തിലാണ്, രാത്രി മുഴുവനും നിസ്കാരമാണ്. ആയിരക്കണക്കിന് റക്അത്ത് രാത്രി നിസ്കരിക്കുന്ന മഹാന്, രാത്രി ഉറങ്ങാത്ത മഹാന്, ഹബീബായ തങ്ങളെ റൗദാ ശരീഫിൽ സിയാറത്ത് ചെയ്യുന്ന മഹാന്, അതേ ദിവസം 2 ഖതം ഓതുന്ന മഹാന്, വഫാത്തായ സമയത്തിന്റെ എത്തിത്തടത്തിലേക്ക് അതാ ഹബീബുല്ലാഹ് മാത ഫീ ഹബ്ബില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഹബീബാണ്, അല്ലാഹുവിന്റെ ഹബ്ബിലായി വഫാത്തായ മഹാനാ എന്ന് നെറ്റിത്തടത്തിലേക്ക് ഉല്ലേഖനം ചെയ്യപ്പെടുന്ന രീതിയിൽ അല്ലാഹു തആല എഴുതി വെച്ച് പോയി. എല്ലാരും പായസം കുടിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് മാത്രമേ കുടിക്കാവൂ, ഇടത്തെ കൈ കൊണ്ട് ചിലരോടൊക്കെ കുടിച്ചു പോകുന്നുണ്ട്. ഇടത്തെ കൈ കൊണ്ട് കുടിച്ചാൽ ശൈത്വാനിയത്ത് അവന്റെ ശരീരത്തിലുണ്ട് എന്ന് ഉറപ്പാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടാൻ പ്രയാസമാകും, ഇബാദത്തിന് മാധുര്യം കിട്ടാൻ പ്രയാസമാകും, നന്മ ചെയ്യാനുള്ള ആ ഒരു ഊർജം, എനർജി അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതൊരു തരത്തിൽ വിഷമാണ്. ഇടതേ കൈ കൊണ്ട് കുടിക്കുന്നത് ആത്മീയമായ ഒരു വിഷം പോലെ, ആത്മീയമായി വളരാൻ പ്രയാസമാണ്. കുൽ ബിയമീനിക്, ഞാൻ സാന്ദർഭികമായി കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. വലത് കൊണ്ട് മാത്രമേ കുടിക്കാവൂ. ചിലരുണ്ട് ഇടത്തെ കൈ കൊണ്ട് കുടിക്കും, വലത്തെ കൈ കൊണ്ട് ഒരു താക്കം കൊടുക്കും. അങ്ങനെ ഒരൊറ്റ കിതാബിലും ഇല്ല. ഇശ്റബ് ബിയസാരിക്കും സപ്പോർട്ട് ബിയമീനിക് എന്നൊരു കിതാബിലും ഇല്ല എന്ന് ഞാൻ സാന്ദർഭികമായി പറയാം. കുടിക്കുന്നുണ്ടേ വലത് കൊണ്ട് മാത്രമേ കുടിക്കാവൂ. വലത്തെ കൈക്ക് സ്വാധീനില്ലേ, പിന്നെ അടുത്തിനുള്ളത് അഫ്വാണ്, മാപ്പാണ്. അല്ലാതെ വലത് കൊണ്ട് പൊന്തിക്കാൻ കഴിയുള്ള കാലത്തോളം വലത് കൊണ്ട് മാത്രമേ കുടിക്കാവൂ.
കുൽ ബിയമീനിക് വശ്റബ് ബിയമീനിക്. വലത് കൊണ്ടേ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യാവൂ. നമ്മൾ ഇടത് അതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല. രണ്ട് കൈയും ഒരു കടിയും ഒരു ചായയും കൊടുത്താൽ രണ്ടു കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നത് പറ്റൂല. നമ്മളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരാ. നമ്മളൊക്കെ ആത്മീയമായി വളരാൻ കൊതിക്കുന്നവരാണ്. അല്ലാഹു തആല നമ്മൾ ആത്മീയമായി ഉള്ളും പുറവും രഹസ്യവും പരസ്യവും ആത്മീയമായി അല്ലാഹു തആല വളർത്തി തരട്ടെ. ഞാൻ പറയുന്നു, ഖാജാ തങ്ങൾ ബാബ വഫാത്തായപ്പോ അവിടുത്തെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചതാ. ഇന്നും അവിടെ ചെന്നാൽ ഖാജാ തങ്ങളുടെ തലയുടെ ശറഫാക്കപ്പെട്ട തലയുടെ ഭാഗത്തൊരു ചുമര് കാണാം. ആ ചുമരിന്റെ ഇപ്പുറത്ത് സ്വർണ്ണ ലിപിയിൽ എന്ന് പറഞ്ഞ സ്വർണത്തിന്റെ കളറിൽ എഴുതി വെച്ചത് കാണാം. ഹദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്. അവിടെ ചെന്ന് പലരും ആ ചുമരിങ്ങനെ പിടിച്ചുകൊണ്ട് പലരും ദുആ ചെയ്യുന്നത് കാണാം. മഹാന്മാർ പറയുന്നു, ബഹുമാനപ്പെട്ടവരുടെ തലയുടെ ഭാഗത്തും അവിടെ വെച്ച് ഒരുപാട് ഔലിയാക്കന്മാർ ദുആ ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്ന് ദുആ ചെയ്യുന്നത് ഇജാബത്തിന്റെ ഒരു കാരണമാ. അതുപോലെ ജന്നത്തെ ദർവാസ എന്ന് പറയുന്ന ഒരു വാതിലുണ്ട്. അവിടെ വെള്ളിയാൽ നിർമ്മിച്ച ഒരു ദർവാസ, ജന്നത്തെ ദർവാസ. ബഹുമാനപ്പെട്ടവർ ഇബാദത്തിനിരുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ഒരു കവാടമാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വാതിലുണ്ട്. ആ വാതിൽ കൊല്ലത്തിൽ 2 തവണ മാത്രമേ തുറക്കാറുള്ളൂ. ഒന്ന് മുഹറത്തിലാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. രണ്ടാമത്തത് ഉറൂസിനാണ്. അതിലൂടെ കടക്കുന്നവർ അതേ ബഹുമാനപ്പെട്ടവരുടെ ശഫാഅത്ത് കിട്ടാനുള്ള ഒരു കാരണമായി അവിടുത്തെ മുഹബ്ബീങ്ങളൊക്കെ പറയാറുണ്ട്. 4 മസ്ജിദോളം അവിടെ കാണാം. 4 മസ്ജിദ് ഖാജാ തങ്ങളുടെ ചാരത്തുണ്ട്. അതിൽ 2 പള്ളിയിൽ ജുമാ നടക്കുന്നുണ്ട്. അത് 2 ഹനഫി മദ്ഹബിലാണ് ജുമാ നടക്കുന്നത്. അത് ഒന്ന് ഷാജഹാൻ പള്ളിയാണ്. ബഹുമാനപ്പെട്ടവരുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് അതേ മാർബിൾ പള്ളി എന്നാണ് പറയുന്നത്. അതിന്റെ തൂണ് മാർബിളാണ്, അതിന്റെ വാർപ്പ് മാർബിളാണ്, അതിന്റെ ചുമര് മാർബിളാണ്, അതിന്റെ കോണിപ്പടി മാർബിളാണ്, അതിന്റെ പിടി മാർബിളാണ്, അതിന്റെ സ്വഫ് മാർബിളാണ്, അതിന്റെ മിമ്പർ മാർബിളാണ്, അതിന്റെ എല്ലാ ഭാഗവും മാർബിളാണ്. മരം തൊടാതെ നിർമ്മിച്ച മാർബിൾ പള്ളി എന്ന് പറയുന്നു. ഒന്ന് ചെന്നുപോയി ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുന്നതും അവിടത്തേക്ക് ഔറംഗസീബിനെ പോലോത്ത, ഷാജഹാൻ ചക്രവർത്തിയെ പോലോത്ത അന്നത്തെ കാലത്തെ മുഗൾ രാജാക്കന്മാർ ചെയ്തു വെച്ചിട്ടുള്ള ബഹുമാനപ്പെട്ടവരോട് ആദരവ് സൂചകമായി ചെയ്ത ഖിദ്മത്തിന്റെ ഭാഗമാ ഈ മാർബിൾ പള്ളി. അതുപോലെ പലതും അവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് നിർമ്മിതങ്ങളുണ്ട്. ഈ മാർബിൾ പള്ളി ഷാജഹാൻ പള്ളി എന്നാണ് പറയാറുള്ളത്. അത് അവിടെ ജുമാ നടക്കുന്ന, വലിയ ജുമാ നടക്കുന്ന പള്ളിയാണത്. പിന്നെ കാണാമെന്ന് അക്ബർ പള്ളി, അതിന്റെ തൊട്ടടുത്താണ്. അവിടെയും ജുമാ നടക്കുന്നുണ്ട്. ഷാജഹാൻ പള്ളിയുടെ ജുമാ കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞാൽ അക്ബർ പള്ളിയിലും ജുമയുണ്ട്. അതേ വലിയ ജുമാ നടക്കുന്നത് ഷാജഹാൻ പള്ളിയിലാണ്. അക്ബർ പള്ളിയിൽ ഉണ്ട് ജുമാ. അവിടെ ജുമാക്ക് ശേഷം 2 സ്ഥലത്തും ഹബീബായ മുത്തുനബി തങ്ങളുടെ മൗലിദുണ്ട്. ജുമാക്ക് ശേഷം മൗലിദ് ഓതുന്നത് കാണാം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. പണ്ടുകാലം മുതലേ നടത്തി വരുന്ന മൗലിദ് അവിടെ ഓതുന്നത് കാണാം. എന്തിനേറെ പിന്നെ കാണാം ബഹുമാനപ്പെട്ടവരുടെ മക്കാമിനോട് ചാരി നിന്നിട്ട് ഒരു പള്ളി, സന്തൽ മസ്ജിദ് എന്ന് പറയും, ചന്ദനപ്പള്ളി. ആ ചന്ദനപ്പള്ളിയും അവിടുത്തെ പള്ളിയാ. ആ ചന്ദനപ്പള്ളിയിൽ നിങ്ങൾ ചെന്നാൽ ഇമാമ് നിൽക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇമാമ് നിന്ന് കഴിഞ്ഞാൽ ദുആ ചെയ്യുമ്പോൾ നമ്മളൊക്കെ വലത്തോട്ട് തിരിഞ്ഞിരിക്കും. എന്നാൽ അവിടെ ഇടത്തോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. എന്തേ കാരണം? വലത്തോട്ട് തിരിഞ്ഞിരുന്നാൽ ഇമാമിന്റെ പിൻഭാഗം ഖാജാ തങ്ങളെ കൊള്ളയായി പോകും. അത് അദബുകേടാണ് എന്ന് മനസ്സിലാക്കി പണ്ടേ മഹാന്മാർ അവിടെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു. അത് ഇന്നും അത് തുടരുന്നു അവിടെ. പിന്നെ ഒരു പള്ളിയുണ്ട്, ഖാജാ തങ്ങൾ നിസ്കരിച്ച ആ കാലഘട്ടത്തിലുള്ള പള്ളി. ഇതൊക്കെ പിന്നീട് പല ചക്രവർത്തിമാരും പലരും നിർമ്മിച്ചതാണെങ്കിൽ ഖാജാ തങ്ങൾ നിസ്കരിച്ച ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേരാണ് ഔലിയ മസ്ജിദ്. ഇന്നും ചെന്നാൽ അവിടുത്തെ കിഴക്ക് ഭാഗത്ത്, വടക്ക് ഭാഗത്ത്, കിഴക്ക് വടക്കേ മൂലയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് ഖാജാ തങ്ങൾ നിസ്കരിച്ച പള്ളി, ഔലിയ മസ്ജിദ്. അവിടെ ചെന്ന് മുഅ്മിനീങ്ങളൊക്കെ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. കാരണം മഹാന്മാർ നിസ്കരിച്ച സ്ഥലം അത് ബറക്കത്തുള്ളതാണ്. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്നത് ബറക്കത്താണ്. കഅബയുടെ അടുത്ത് ചെന്ന് നിസ്കരിക്കുന്നത് ബറക്കത്താണ്. കാരണം അവിടെയെല്ലാം മഹാന്മാർ നിസ്കരിച്ചതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗപ്പെടുത്തിയ സ്ഥലമാണ്. എന്നാൽ അജ്മീർ ഖാജാ തങ്ങൾ ഉപയോഗപ്പെടുത്തിയ സ്ഥലമാണ് ഔലിയ മസ്ജിദ്. അവിടെ ചെന്ന് നിസ്കരിക്കുന്നത് കാണാം. അങ്ങനെ 4 മസ്ജിദ് അവിടെ കാണാം.
നിങ്ങൾ അവിടെ ചെല്ലുമ്പോ അജ്മീറിൽ ചെല്ലുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തന്നെ അവിടെ ഒരു മക്കാമുണ്ട്. സാധാരണ അവിടെ സിയാറത്ത് ചെയ്തിട്ടാണ് ഖാജ തങ്ങളിൽ എല്ലാവരും പോകാറുള്ളത്. നമ്മൾ മലയാളികൾ പറയും വഴികാട്ടി മക്കാമ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് സിയാറത്ത് ചെയ്താൽ പിന്നീട് ഖാജ തങ്ങളെത്ത് പോകുന്നതും വരുന്നതും കാര്യമായ കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് ഉസ്താദുമാർ പറയുന്നത്. അവിടെ സിയാറത്ത് ചെയ്ത് യാസീനൊക്കെ ഓതി സിയാറത്ത് ചെയ്തിട്ടാണ് ഖാജ തങ്ങളെ ചാരത്തേക്ക് 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. സൈക്കിൾ റിക്ഷയുണ്ട്, ഓട്ടോറിക്ഷയുണ്ട്, മറ്റു വാഹനങ്ങളൊക്കെയുണ്ട്, അതിലും പോകാം. നിങ്ങൾ ചെന്നാൽ വലിയൊരു കവാടം കാണാം. ആ ഖാജ തങ്ങളുടെ മഖാമുമായി ചുറ്റുവട്ടത്തുമുണ്ട് 10ഓളം ഗേറ്റുകളുണ്ട്. അതിലേറ്റവും വലിയ കവാടം ഒരു ഗേറ്റ് ഉണ്ട്, നിസാം ഗേറ്റ്. നിസാം ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ അക്ബർ ഗേറ്റ് ഉണ്ട്, പിന്നെ ഒരു ഗേറ്റ്. ആ ഗേറ്റ് കഴിഞ്ഞാൽ ബുലുന്ദ് ദർവാസ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഗേറ്റ്. അതും കഴിഞ്ഞിട്ട് ഖാജ തങ്ങളുടെ ചാരത്തേക്ക് എത്തണം. അവിടെയും ഉണ്ടൊരു വാതില്, കവാടം. ആ കവാടം കയറുന്ന ഉള്ളിലെത്തിയാലേ ഖാജ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ കഴിയൂ. അത് കിഴക്ക് ഭാഗത്തുകൂടി കയറുന്നുണ്ട്. ഖാജ തങ്ങളെ മഖാമിലേക്ക് 2 തരത്തിലൂടെ കയറാം. ഒന്ന് കിഴക്ക് ഭാഗത്തിലൂടെ കയറാം, ഒന്ന് തെക്ക് ഭാഗത്തിലൂടെയും കയറാം. പണ്ട് ഈ 2 വഴികളാണ്. ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തൊരു വഴി വെച്ചിട്ടുണ്ട്. അത് ഇറങ്ങിപ്പോകാനുള്ള വഴിയാണ് ജന്നത്തെ ദർവാസയുടെ ഭാഗത്ത്. ഇന്നും ചെന്നാൽ നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്തൂടി കയറിയാലും തെക്ക് ഭാഗത്തൂടി കയറിയാലും ജന്നത്തെ ദർവാസയുടെ ഭാഗമാകുന്ന പടിഞ്ഞാറ് ഭാഗത്തുള്ള വാതിലൂടെയാണ് ഇറങ്ങാറുള്ളത്. അതിപ്പോ അടുത്ത് തുടങ്ങിയതാണ്. ഏതായാലും ഇരിക്കട്ടെ, തെക്ക് ഭാഗത്തൂടെ കയറുന്ന സമയത്ത് വലതു ഭാഗത്തൊരു മക്കാമ് കാണാം. വലതു ഭാഗത്തൊരു മക്കാമ് കാണാം. ആ മക്കാമാണ് ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ പൊന്നോമന മോളും. ഒരൊറ്റ മോളെ ഉണ്ടായിട്ടുള്ളൂ, ഹാഫിള ജമാല. ജനിക്കുമ്പോൾ തന്നെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധ കലാമാകുന്ന ഖുർആൻ ഓതുന്നു. കാരണം ദിവസം 2 ഖതം ഓതുന്ന ബാപ്പയല്ലേ. ആ ബാപ്പാന്റെ മോള് ജനിച്ചു വളർന്ന് വലുതാകുമ്പോഴേക്ക് ഖുർആൻ മനപ്പാടമാണ്. അതുകൊണ്ട് ഹാഫിള ജമാല എന്നാണ് പേര്. ഞാൻ ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി പഠിക്കേണ്ടി വന്നിട്ടില്ല. അതേ ഉമ്മാന്റെ ഗർഭത്തിൽ പള്ളിയിൽ കിടക്കുമ്പോൾ തന്നെ ഖുർആൻ കേൾക്കുന്നു. ഉപ്പാന്റെ മടിയിൽ നിന്നും ഖുർആൻ കേൾക്കുന്നു. സംസാരം തുടങ്ങിയപ്പോഴോ അലിഫ് ലാം മീം മുതൽ അങ്ങ് ഓതുന്നു. സൂറത്തുൽ ബഖറ കാണാതെ ഓതുന്നു, അലിഫ് ലാം ഇംറാൻ കാണാതെ ഓതുന്നു. അങ്ങനെ ഖുർആൻ കാണാതെ ഓതുന്നു. ജമാല എന്ന് പേരിട്ട് പിന്നീട് ഹാഫിള ജമാല എന്ന പേരിൽ അറിയപ്പെടുന്നു. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മനപ്പാടമാക്കിയ മഹദിയാണ്. ഖാജ തങ്ങളുടെ മകളാണ്. അത് വലതു ഭാഗത്താണ്. തെക്ക് ഭാഗത്തിലൂടെ കയറുമ്പോൾ വലതു ഭാഗത്ത് കാണുന്ന മക്കാമാണ്. ആ തെക്ക് ഭാഗത്തിലൂടെ കാണുന്ന സമയത്ത് ഇടതു ഭാഗത്ത് 1-2 മക്കാമ് കാണാം. അത് ഖാജ തങ്ങളെ കൂടെ വന്ന അന്ന് 40ഓളം ആളുകൾ വന്നിട്ടുണ്ടല്ലോ. അതിൽപ്പെട്ട വലിയ ഔലിയാക്കന്മാരാണ് കിടക്കുന്നത്. അങ്ങനെ തുടങ്ങി പരിസരത്തിൽ കൂടെ വന്ന മഹാന്മാർ കിടക്കുന്നുണ്ട്. തെക്ക് ഭാഗത്തിലൂടെ കടങ്ങുമ്പോൾ പിൻവശത്ത് 2 വലിയ കുബ്ബ കാണാം. 2 മക്കാം അവിടെയും ഉണ്ട്. അതിലൊന്ന് ബഹുമാനപ്പെട്ടവരുടെ മകനാണ്, ഒന്ന് ബഹുമാനപ്പെട്ടവരുടെ അമ്മോനാണ്. അതവിടെ 2ഉം എഴുതി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ഒരു മോനുള്ളത് സൽവാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബഹുമാനപ്പെട്ടവർ ഒരു മോൻ ഇവിടെയാണ് ഉള്ളത്, മറ്റൊരു മോൻ എവിടെയാണെന്ന് അറിയപ്പെട്ടിട്ടില്ല. ഇഖ്തിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖാജ തങ്ങൾ ചാരത്ത് പോകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടെ ചെന്നിട്ട് 3 ദിവസം കഴിയണമെന്നാ ഉസ്താദുമാർ പറയുന്നത്. കാരണം എന്താ, അവിടുത്തെ ഹയാത്ത് കാലത്ത് ഒരാൾ വന്ന് ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് 3 ദിവസം നിന്നാൽ, 3 ദിവസം അവിടുത്തെ ഹദറത്തിൽ ഇരുന്നാൽ, അവിടുത്തെ ദിക്റിൽ പങ്കെടുത്താൽ, അവിടുത്തെ ഉപദേശത്തിൽ പങ്കെടുത്താൽ, അവിടുത്തെ മജ്ലിസിൽ പങ്കെടുത്താൽ, 3 ദിവസം പങ്കെടുത്താൽ മതി. ആ മനുഷ്യൻ ഹിജായത്തിലായി എന്ന് മാത്രമല്ല, ഔലിയാക്കന്മാരുടെ മർത്തബയിൽ അല്ലാഹു തആല ഉയർത്തിപ്പോയി. ബഹുമാനപ്പെട്ട തങ്ങളെ പോലത്തെ വലിയ വലിയ ഉസ്താദുമാർ എഴുതി വെച്ചു പോയി. അതേ ബഹുമാനപ്പെട്ടവരെ ചാരത്ത് 3 ദിവസം ഇരുന്നാൽ ഹയാത്ത് കാലത്താണോ അവൻ വിലായത്തിലേക്ക് വരും. അതിന്റെ ഒരു ആദരവ് സൂചകം എന്ന നിലക്ക് എന്തുദ്ദേശമാണോ വെച്ചത്, 3 രാത്രിയും 3 പകലും അവിടെ ചെന്ന് മുലാസമത്താക്കുന്നത്, അവിടെ ബഹുമാനപ്പെട്ടവരെ ചാരത്ത് കൂടുന്നത് ഇജാബത്തിന് കാരണമായി ഉസ്താദുമാർ പറയാറുണ്ട്. തീരുന്നില്ല, അവിടെ ചെന്നാൽ 1001 ഖുൽഹു അല്ലാഹു ഓതുന്നത് അവന്റെ ഉദ്ദേശ പൂർത്തീകരണത്തിന് വലിയ ഇജാബത്താണ്. 40 യാസീൻ ഓതുന്നത് എന്തുദ്ദേശം വെച്ചാലും അത് നടക്കാൻ വലിയ കാരണമാണ്. അങ്ങനെ അത്ഭുതകരമായ ഇജാബത്തുള്ള കേന്ദ്രമാ
അത് ഇന്ത്യയുടെ സുൽത്താനാണ്. അവിടെ എല്ലാ മതക്കാരും വരും, എല്ലാ ജാതിക്കാരും വരും, എല്ലാ കൂട്ടക്കാരും വരും, എല്ലാ രൂപത്തിലുള്ളവരും വരും, മതമുള്ളവനും വരും, മതമില്ലാത്തവനും വരും. എല്ലാരും ഹാജാ തങ്ങളെ ചാരത്ത് വരും. കാരണം എന്താണ്? സൽത്തനത്താണ്. രാജാവിന്റെ അടുക്കൽ എല്ലാവരും വരണം. അത് മുസ്ലിമീങ്ങളുടെ രാജാവല്ല, ഒരു മതത്തിന്റെ ആളുകളുടെ രാജാവായിട്ടല്ല പ്രഖ്യാപിച്ചത്, ഇന്ത്യൻ ജനങ്ങളുടെ രാജാവാണ്. എല്ലാവരും സഹായിക്കണമെന്നാണ് ആ ബക്കറ്റുമായി നമ്മളെ മുന്നിൽ വരുന്നതിന്റെ അർത്ഥം. ഇവിടെ പിന്നെ പറയേണ്ടില്ല, ലേലത്തിൽ തന്നെ കണ്ടു. അൽഹംദുലില്ലാ, സ്ത്രീകളൊക്കെ ഇത്രയും സാന്നിധ്യമുള്ള സഹകരിക്കുന്ന ഒരു മജ്ലിസ് അല്ലാഹുവേ നീ കബൂലാക്കണേ. അല്ലാഹ് ഹാജാ തങ്ങളെ മദ്ഹ് പറഞ്ഞ് അങ്ങനെ തന്നെ നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തആല ഈ മജ്ലിസ് ഇജാബത്തുള്ളതാക്കി തരട്ടെ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് ചെല്ലുമ്പോ 3 ദിവസം അവിടെ നിന്ന് നമ്മുടെ കാര്യം പറഞ്ഞാൽ ഇജാബത്ത് ഉറപ്പാണ്. പക്ഷേ ഇന്ന് പലരും പോയാൽ ഒരു ദിവസം അനാസാഗറിൽ, രണ്ടാമത്തെ ദിവസം താരാഗഡ്, പിന്നെ ഒന്ന് സൽവാർ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഹാജാത്തങ്ങളെ ചാരത്ത് 3 ദിവസം കിട്ടുന്നില്ല. താരാഗഡ് ഹാജാത്തങ്ങളുടെയൊക്കെ എത്രയോ മുന്നേ വന്നു. 10,000-കണക്കിന് ശുഹദാക്കൾ കിടക്കുന്ന മലയാ താരാഗഡ്. ചില്ലറ സ്ഥലമല്ല. ഞങ്ങൾ ഉപ്പാപ്പ വന്നിരുന്ന സ്ഥലം അവിടെയുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ പറയുന്നതാണ്. ഞങ്ങൾ ഉപ്പാപ്പ വന്നത് അവിടെ മുകളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം പ്രത്യേകം ഒരു സ്ഥലം. ഓസുലാൽ ഞങ്ങളുടെ പേരിൽ ഒരു ചില്ല എന്നറിയപ്പെടുന്ന സ്ഥലം തന്നെയുണ്ട്. ഓസുലാൽ ഞങ്ങൾ വന്ന് ഇരുന്ന സ്ഥലമാണ്. അതേ അന്ന് ഒരുമിച്ച് കൂടിയവർക്ക് ഉപദേശം കൊടുത്ത സ്ഥലമാ. ഇന്നും അത് ആദരിക്കുന്ന രീതിയിൽ അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് താരാഗഡ് മല. 10,000-കണക്കിന് ദീനീ പ്രവർത്തനത്തിന് വേണ്ടി വന്നപ്പോ ശത്രുക്കളുടെ മുന്നിൽ അതാ ഷഹീദാകേണ്ടി വന്ന 10,000-കണക്കിന് ശുഹദാക്കൾ ഹാജാ തങ്ങൾ വരുന്നതിനും എത്രയോ മുമ്പുള്ളതാണ്. അവരൊക്കെ എത്രയോ മുമ്പുള്ളതാണ്. ഹാജാ തങ്ങൾ വന്നപ്പോഴോ ഇതൊന്നും വേണ്ടി വന്നിട്ടില്ല. 1 കോടിയോളം വരുന്ന മനുഷ്യ മനസ്സുകളിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത ബഹുമാനപ്പെട്ട സയ്യിദി മുഈനുദ്ദീനുൽ ജിസീൽ അജ്മീരി മഹാനവറുകളാണ്. അങ്ങനെ അവിടെ ചെന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഔലിയാക്കന്മാർ ചുറ്റുമുണ്ട്. 1000-കണക്കിന് ഔലിയാക്കന്മാർ അവിടെയുണ്ട്. എപ്പം ചെന്നാലും ഡസൻ കണക്കിന് ഔലിയാക്കന്മാർ ഹയാത്തുള്ളവർ തന്നെ ചുറ്റുമുണ്ടാകുമെന്ന് നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചത്. കാരണം ഇന്ത്യയുടെ രാജാവല്ലേ, ആ രാജാവിന്റെ അടുത്ത് ഒരുപാട് മഹാന്മാരുണ്ട്. അതുപോലെ എല്ലാവരും അവിടെ വരും. മതമുള്ളവനും വരും, ഇല്ലാത്തവനും വരും, അവർത്ത് മറച്ചവനും വരും, മറക്കാത്തവനും വരും. ഇതൊക്കെ അവിടെ വരും. കാരണം ഇന്ത്യയുടെ രാജാവാണ്, മുസ്ലിമീങ്ങളുടെ രാജാവല്ല, ഒരു മതക്കാരന്റെ രാജാവല്ല, ഇന്ത്യൻ ജനങ്ങളുടെ രാജാവാണ്. ആര് ചെന്ന് പ്രശ്നം പറഞ്ഞാലും പരിഹരിക്കുന്നുണ്ട്. ഒരു ബുക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ബുക്ക് കിട്ടി. ആ ബുക്കിൽ അവരുടെ ചരിത്രം പറയുന്നുണ്ട്. ഞാനത് വായിച്ചു നോക്കിയപ്പോൾ അതിലൊരു ചരിത്രമുണ്ട്. മലയാളികളുടെ ഒരു ചരിത്രമാണ്. ഇതിന്റെ പരിസരത്തുള്ള ഒരാൾ ഹാജാ തങ്ങളുടെ ചാരത്ത് പോയി സിയാറത്ത് ചെയ്തു. ഒരുപാട് സിയാറത്ത് ചെയ്തു. അങ്ങനെ വന്നു. പിന്നീട് ബഹുമാനപ്പെട്ടവർ വലിയ ദാരിദ്ര്യത്തിലാണ്, പ്രയാസത്തിലാണ്. മകളെ കെട്ടിക്കാനായിട്ടുണ്ട്. എന്ത് ചെയ്യും? ഒരു വഴിയുമില്ല. ആരോ പറഞ്ഞു കൊടുത്ത് അജ്മീറിൽ ചെന്ന് സങ്കടം പറഞ്ഞോളൂ, അവിടുന്ന് പരിഹാരം കാണും. അന്നത്തെ കാലത്താണ്, കുറച്ചു കൊല്ലം മുന്നെയാണ്. ആ വ്യക്തി അതാ അജ്മീറിൽ ചെല്ലുന്നു. ഞാൻ അജ്മീറിൽ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? പലരും പലതും പറഞ്ഞു കൊടുത്തപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്ത് ഇവിടെ നിന്ന് ഖുർആൻ ഓതണം. ഹാജാ തങ്ങളുടെ തലയുടെ ഭാഗത്ത് വെച്ച് ഖുർആൻ ഓതിക്കോളൂ. അവിടുത്തെ ഹദറത്തിൽ വെച്ച് ഖുർആൻ ഓതുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ജീവിതകാലത്ത് 10,000-കണക്കിന് ഹത്തം തീർത്ത മഹാനാ. അത്രയും വലിയ മഹത്വമുള്ളവരാണല്ലോ. അവരെ മുന്നിൽ വെച്ച് ഖുർആൻ ഓതുന്നത് വലിയ ഇഷ്ടമാ. ഈ വ്യക്തി അവിടെ ചെന്ന് ഖുർആൻ ഓതാൻ തുടങ്ങി. 1 ഹത്തം കഴിഞ്ഞു, 2 കഴിഞ്ഞു. ബഹുമാനപ്പെട്ടവർ അവിടുന്ന് ഒരു തീരുമാനം എടുത്തു. ഹാജാ തങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം തന്നാലേ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകൂ. കാരണം എനിക്ക് വീട് വേണ്ടതുപോലെ വീടില്ല, ചെറിയൊരു വീടാണ്. എന്റെ മകള് കല്യാണപ്രായം എത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ വ്യക്തി അവിടുന്ന് ഖുർആൻ ഓതുന്നു. ധാരാളം ഓതി, 2 വർഷത്തോളം ഓതി. 1 കൊല്ലം കഴിഞ്ഞ് 2 വർഷത്തോളം ഓതി, ധാരാളം ഖത്മ് തീർത്തു. ഒരു നിർദ്ദേശവും കിട്ടിയില്ല. അപ്പോഴാണ് പലരും വന്നിട്ട് അവർ നിങ്ങളുടെ ദുആ ചെയ്യുന്നു, അവിടെ നിൽക്കുന്നു, ഇജാബത്ത് കിട്ടി പോകുന്നത് ഇങ്ങനെ കാണുന്നു. അതിന്റെ ഇടയിലാണ്
മറ്റൊരു മതത്തിലുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാള് അവിടെ നേതൃത്വത്തിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വലിയൊരു പ്രയാസം വന്നപ്പോൾ ഖാജാ തങ്ങളെ ചാരത്ത് രാത്രി വരികയാണ്. രാത്രി വന്നിട്ട് ഞാൻ ഈ ബുക്ക് വായിച്ചപ്പോൾ അതിൽ കണ്ടതാണ്. രാത്രി വന്നിട്ട് അവിടെയുള്ള എല്ലാവർക്കും സദഖ ചെയ്യുന്നു. സദഖ ചെയ്തിട്ട് ഖാജാ തങ്ങളെ ദർബാറിൽ അവിടെ കിടക്കുന്നു. ഞാൻ വലിയ ബുദ്ധിമുട്ടിലാണ്, അതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു തരണം. അവിടെ കിടന്നുറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരാളാണ്. ആ വ്യക്തിയാണെങ്കിലോ ഖുർആൻ 2 വർഷത്തോളം ഇങ്ങനെ ഓതുന്നുണ്ട്. പലർക്കും ഇജാബത്ത് കിട്ടുന്നത് കാണുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് മനസ്സിൽ തറച്ചു പോയ ഒരു ഇജാബത്താണ് ഈ കാണുന്നത്. ഈ ഹിന്ദു മതത്തിൽപ്പെട്ട ആള് വന്നിട്ട് ഇങ്ങനെ കരയുന്നു, അവിടെ കിടക്കുന്നു. പോയാൽ ഇന്നും കാണാം ആയിരക്കണക്കിന് ആളുകൾ അവിടെയുണ്ട്. പല മതത്തിലുള്ളവർ, മുസ്ലിമീങ്ങൾ മാത്രമല്ല, പല മതത്തിലുള്ളവർ അവിടെ വരുന്നത് കാണാം. കുറി തൊട്ടവരുണ്ട്, കുരിശ് ധരിച്ചവരുണ്ട്, പർദ്ദ ധരിച്ചവരുണ്ട്, എല്ലാ വേഷമുള്ളവരും അവിടെ വരുന്നുണ്ട്. ആ ദർബാറിൽ സങ്കടം പറയാത്തവരില്ല. ഇന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ ഹൗസിൽ നിന്നാണ്, അവിടുത്തെ ഓഫീസിൽ നിന്നാണ് എല്ലാ കൊല്ലവും ഉറൂസിനേക്ക് അവിടെ പുതക്കാണ്ട് ദീവാനി, അവിടെ പുതക്കേണ്ട പുതപ്പ് കൊടുത്തേക്കുന്നത്. ഈ വർഷവും അങ്ങനെ തന്നെയാണ് നടന്നത്. ആര് ഭരിച്ചാലും അത് അവിടുന്ന് കൊടുത്തേക്കേണ്ടി വരും, കൊടുക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനം അവിടെ കാണാനുണ്ട്. വലിയ കുളം നിർമ്മിച്ചു കൊടുത്തത് കാണാം. അങ്ങനെ ഒരുപാട് ആളുകൾ ഇജാബത്ത് കിട്ടിയിട്ട് കൊടുത്തതും അല്ലാതെ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും കാണാം. ഈ വ്യക്തി വന്നിട്ട് രാത്രി അവിടെ കിടന്നു. രാവിലെ എണീച്ചിട്ട് ഭയങ്കര സന്തോഷത്തിൽ പരിഹാരായി സ്വപ്നത്തിൽ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തിൽ പിന്നെയും സ്വതക്ക ചെയ്ത് അങ്ങനെ പൈസ വിതരണം ചെയ്ത് പോകുന്നത് ഇത് വല്ലാതെ ഈ മനുഷ്യന് മനസ്സ് പിടിച്ചുപോയി. അവിടുന്ന് ഞാൻ ഇവിടെ വന്ന് 2 വർഷമായി ഖുർആൻ ഓതുന്നു, എനക്കൊരു നിർദ്ദേശം തന്നില്ലല്ലോ. ഇങ്ങനെ വന്ന് ഒരുപാട് ആളുകൾ ഇജാബത്തുമായി പോകുന്നത് ഞാൻ കാണുന്നു. എനിക്ക് വല്ലാതെ സങ്കടമുണ്ട്. ഇനി ഞാൻ നിങ്ങളെ നിർദ്ദേശം കാക്കുന്നില്ല, ഇനി ഞാൻ ഇങ്ങോട്ട് അജ്മീറിലേക്ക് വരുന്നില്ല എന്നും പറഞ്ഞൊരൊറ്റ എഴുന്നേറ്റ് പോക്കാ. പോയിന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോ ആരോ ചോദിക്കുന്നു, എന്താ നിങ്ങളൊരു വല്ലാത്ത പ്രയാസത്തിലാണല്ലോ, നിങ്ങളെ പോക്കെന്താ ഒരു വല്ലാത്ത പ്രയാസം? ആ മനുഷ്യനോട് പറയുന്നു, ഞാൻ 2 വർഷമായി ഇവിടുന്ന് ഖുർആൻ ഓതുന്നു, എത്രയോ ഖത്മ് ഞാൻ ഓതി തീർത്തു. എന്റെ വീടില്ലാത്ത പ്രശ്നവും എന്റെ മകളെ വിവാഹപ്രായമെത്തിയ വിഷമവും ഞാൻ ഖാജാ തങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഇജാബത്ത് കിട്ടിയിട്ടില്ല, ഒരു നിർദ്ദേശവും ഇല്ല. ആ വന്ന മനുഷ്യൻ പറയും, നിങ്ങൾ ഇന്ന് രാത്രി കൂടെ ഒന്ന് പോയിട്ട് നിങ്ങളൊന്ന് സങ്കടം പറയൂ, ഒന്ന് ഖുർആൻ ഓതൂ. നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ പോയിക്കോ. ഇനി ഇന്ന് നിങ്ങനെ പറഞ്ഞിട്ട് 2 വർഷമായില്ലേ ഞാനിവിടെ, അല്ല നിങ്ങൾ ഇന്നും കൂടിയും നിങ്ങളങ്ങനെ വേഷം പിടിച്ച് വിഷമിച്ചു പോകല്ല. വന്ന് പറഞ്ഞാളാരാണെന്നറിയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അവരതാ ഖാജാ തങ്ങളെ ചാരത്ത് വന്നു. അന്ന് രാത്രിയും ഖുർആൻ ഓതുന്നു. ആ ചാരത്തം ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ കാണുന്നു ഖാജാ തങ്ങളെ. സുഹൃത്തേ, അങ്ങയുടെ പ്രശ്നത്തിന് പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട് വന്ന ഉടനെ തന്നെ. പക്ഷെ നിങ്ങളോടത് പറയാത്തതിന്റെ കാരണം നിങ്ങളുടെ ഖുർആനോത്ത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. തജ്വീദിന്റെ നിയമം അനുസരിച്ച് തർത്തീലായി നല്ല മാധുര്യത്തിൽ ഓതുന്ന കേട്ടപ്പോ, എന്നെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ ഖുർആനോന്ന് കണ്ടപ്പോ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളോടൊന്നും ഞാൻ പറയാതിരുന്നത്, നിങ്ങൾ ഖുർആൻ ധാരാളമായി ഓതട്ടെ, അത് ആഖിറത്തിലേക്ക് വലിയ വിജയമാണല്ലോ, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ നിങ്ങളോട് പറയാതിരുന്നതാണ്. നിങ്ങൾ നാളെ തന്നെ പോയിക്കോളൂ, പരിഹാരം നിങ്ങളുടെ നാട്ടിലുണ്ട്. സുബ്ഹാനല്ലാഹ്. എഴുന്നേറ്റപ്പോ അപ്പോഴാണ് പലരും ചിന്തിക്കുന്നത്, ആരാണ് റെയിൽവേ സ്റ്റേഷൻ എന്നോട് ഈ ഉപദേശം ഉപദേശിച്ചത്, ആരാണ് ഇങ്ങോട്ട് എന്നെ പറഞ്ഞയച്ചത്, പിടുത്തം കിട്ടുന്നില്ല. തിരിച്ചു ബഹുമാനപ്പെട്ടവരോട് പോകാൻ പറഞ്ഞല്ലോ, ഖാജാ തങ്ങളെ മനാമ് കണ്ടല്ലോ. തിരിച്ച് ട്രെയിനുകാരി വീട്ടിലേക്ക് എത്തിയപ്പോ ഏതോ ഒരാള് വന്നിട്ട് അവിടെ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. വരുമ്പോഴേക്ക് 2 നില വീട് അവിടെ നിർമ്മിച്ചു പോയി. ആരാണെന്ന് അവർക്കറിയുന്നില്ല. ഒരാൾ വന്നിട്ട് ഇവിടുന്ന് എല്ലാ പണിയും എടുത്തിട്ടുണ്ട്. അങ്ങനെ മകളെ വിവാഹത്തിന്റെ സംഗതിയും അവിടെ പൂർത്തീകരിച്ചു. സന്തോഷത്തോടെ 2ഉം അവിടെ കഴിഞ്ഞു. റാഹത്തായി അവർക്ക്
പിന്നീട് ആ മനുഷ്യൻ എന്ത് ചെയ്തു എന്നറിയോ? ആ ബുക്കിൽ ഞാൻ വായിച്ചതാണ്. ആ മനുഷ്യൻ പിന്നീട് കുടുംബത്തെയൊക്കെ റാഹത്താക്കിയതിന് ശേഷം അവരോടൊക്കെ യാത്ര പറഞ്ഞു. ഖാജാ തങ്ങൾ ഇത്രയും വലിയ റഹ്മത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഖാജാ തങ്ങൾ എടുത്തു പോയി ഖുർആൻ ഓതി 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 ഞാൻ അവിടെ മരിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞു. തിരിച്ച് ഖാജാ തങ്ങളുടെ ചാരത്തേക്ക് വന്നു. പിന്നീട് നാട്ടിൽ പോയിട്ടില്ല. അങ്ങനെ എത്ര പേരുണ്ട്? 15 കൊല്ലങ്ങൾക്ക് മുന്നേ 20 കൊല്ലങ്ങൾക്ക് മുന്നേ ഖാജാ തങ്ങൾ സിയാറത്തിന് പോയപ്പോ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ നാട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു വന്ന ആളാണ്. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നു. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി വേറൊന്നുമില്ല. ഖുർആൻ ഓതി 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 ഓതി. ഞാൻ ചോദിച്ചു ആ മനുഷ്യനോട്, നിങ്ങൾ എത്ര ഖത്തം ഇവിടുന്ന് ഓതിയിട്ടുണ്ടാകും? ഖാജാ തങ്ങളെ ചാരത്തിരുന്നു കൊണ്ട് 900ഓളം ഖത്തം എന്റെ കഴിഞ്ഞു. സാധുവായ എന്നോട് 20 കൊല്ലം മുന്നേ അവിടെ സിയാറത്തിന് പോയപ്പോ എന്നോടൊരു വ്യക്തി പറഞ്ഞതാണ്, ആ മനുഷ്യൻ അപ്പോഴേക്ക് വയസ്സായിട്ടുണ്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ ഓതി ഓതി ഇപ്പോൾ ഹാഫിളാണ് ആ മനുഷ്യൻ. ഇപ്പോൾ ആ മനുഷ്യനതാ പിന്നീട് ഞാൻ ചെന്നപ്പോൾ അറിഞ്ഞു ആ മഹാൻ വഫാത്തായിട്ടുണ്ട്. അങ്ങനെ എത്ര പേര് അവിടെ വന്ന് ഖുർആൻ ഓതുന്നുണ്ട്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും അവരുടെ മുന്നിലില്ലേ? ഇല്ല. ഏത് വിഷയത്തിനും അവിടെ പരിഹാരമാണ്. ഏത് സങ്കടത്തിനും അവിടെ പരിഹാരമുണ്ട്. ഏത് ഗമ്മായാലും ഏത് പ്രയാസമായാലും അവിടെ തുറവടിയുണ്ട്. കാരണം ഇന്ത്യയുടെ രാജാവാണ് അല്ലാഹു തആല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞയച്ചതാണ്. ഖാജാ തങ്ങൾ ഏത് വിഷയത്തിലേക്കും കടന്നു പോയാൽ സുന്നികൾക്കല്ലാതെ അതിൽ വിശ്വസിക്കാൻ കഴിയൂല. കാരണം എന്റെ ഖാജാ തങ്ങളെ പറഞ്ഞയച്ചതാരാ? എല്ലാ പണ്ഡിതന്മാരും ഒരേപോലെ പറയുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എപ്പോഴാ പറഞ്ഞയച്ചത്? മുത്തുനബി തങ്ങൾ വഫാത്തായിട്ട് 500 വർഷങ്ങൾക്ക് ശേഷം ഖാജാ തങ്ങൾ ജനിക്കുന്നത് തന്നെ. മുത്തുനബി തങ്ങളെ വഫാത്തിന് 500ഓളം വർഷത്തിന് ശേഷമാ ഖാജാ തങ്ങൾ ജനിക്കുന്നത്. മാർഗനിർദ്ദേശം കൊടുക്കുന്നതോ ഖാജാ തങ്ങളെ ഇന്ത്യയിലേക്ക് പറഞ്ഞേക്കുന്നത് 500 കൊല്ലത്തിന് ശേഷം ഉറപ്പാ. മുത്തുനബി തങ്ങൾ വഫാത്തായി 500 കൊല്ലത്തിന് ശേഷം ഖാജാ തങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ മദീനയിൽ കിടക്കുന്ന ഹബീബായ തങ്ങള് ജീവിച്ചിരിക്കുന്ന ഖാജാ തങ്ങളോട് മുഈൻ തങ്ങളോട് അജ്മീറിലേക്ക് പോകണം, ഇന്ത്യയിലേക്ക് പോകണമെന്ന് നിർദ്ദേശിച്ചിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തതാരാ? പണ്ഡിതന്മാർ മുഴുവനും കിതാബിൽ എഴുതി വെച്ചു പോയി. അത് ഹബീബായ മുത്തുനബി തങ്ങളാണ്. അത് റുമ്മാനിലാണെന്ന് അഭിപ്രായമുണ്ട്. അതേ ഉർമാബയത്തിലാണ് അത് വരച്ചു കൊടുത്തതെന്ന്. ഏതായാലും ഇരിക്കട്ടെ, വഴി പറഞ്ഞു കൊടുത്തത് ഹബീബായ തങ്ങളാണ്. അതേ വമസ്കനുക, ഇന്ത്യ രാജ്യം നിങ്ങളുടെ മസ്കനാണ്, താമസ സ്ഥലമാണ്. വമദ്ഫനുക, നിങ്ങൾ മദ്യവിശ്രമം കൊള്ളേണ്ട സ്ഥലം ഇന്ത്യയാണ്. ഖാജാ തങ്ങൾ 40 വർഷത്തോളം ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട്. എല്ലാ 40-ലധികം വർഷം ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട്. 40 വർഷത്തിന് ശേഷം ഇന്ത്യയിലാണ് നിങ്ങൾ വഫാത്താവുക എന്ന് ഹബീബായ തങ്ങൾ 500 കൊല്ലം മുന്നേ വഫാത്തായ ഹബീബായ തങ്ങൾ മദീനയിൽ നിന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആമൻതു ബിഹി, അതുകൊണ്ട് വിശ്വസിക്കുന്നവർ സുന്നികളാ. ഞാൻ ഈ പറഞ്ഞ ചരിത്രം മുഴുവനും വഹാബികളുടെ ഹൃദയത്തിൽ തട്ടൂല, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്നതാ. ഞാൻ പറഞ്ഞത് മുഴുവനും കിതാബിൽ കണ്ടതാ. ഖാജാ തങ്ങൾ ചരിത്രം എഴുതി വെച്ചതല്ലേ. നിങ്ങൾ നോക്കി, ഹബീബായ തങ്ങളുടെ നിർദ്ദേശത്താൽ വന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സുന്നി അല്ലാത്ത ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല? അൽഹംദുലില്ലാഹ്, ഇന്ത്യയുടെ രാജാവിൽ വിശ്വസിക്കണമോ അവൻ സുന്നിയാകണം. എല്ലാത്തവനിക്ക് ഇന്ത്യയുടെ രാജാവ് ഖാജാ തങ്ങളാന്ന് വിശ്വസിക്കാൻ ഒരിത്തിരി പാടാ. നമുക്ക് അല്ലാഹു തആല തൗഫീഖ് തന്ന വലിയൊരു തൗഫീഖാണ്, ചില്ലറയല്ലല്ലോ. അതുപോലെ തന്നെ ഖാജാ തങ്ങളെടുത്ത് ചെന്നാൽ ഏത് പ്രയാസമാണോ അവിടുന്ന് തവസ്സുല് ചെയ്താൽ മതി, അത് നമുക്ക് കാര്യം നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ മഹാന്മാരുടെ ചാരത്ത് ചെന്നാലും നടക്കാറുണ്ട്. തങ്ങൾ ഉപ്പാപ്പയുടെ അടുക്കലും കാണുന്നുണ്ട്. ഖുത്ബുൽ ആലം സിയം വലിയുല്ലാഹി തങ്ങൾ ജീവിതകാലത്ത് ലക്ഷക്കണക്കിന് അനുഭവമല്ലേ ഇവിടെ ചരിത്രമുള്ളത്. എത്ര ആളുകൾ അതനുഭവിച്ചവർ വഫാത്തായി പോയി. ഇന്നും 10,000-കണക്കിന് കറാമത്തുകൾ അനുഭവിച്ച മുഅ്മിനീങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ശൈഖുനായിലൂടെ ഖുത്ബുൽ ആലമിലൂടെ എത്ര അനുഭവമുണ്ട്. ഈ നാട്ടിലും ഒന്ന് പരിധിയാൽ എത്രയുണ്ട്. എന്റെ സദസ്സിലുള്ളവർ
പ്രയാസമുള്ളവർ പലതും ഉണ്ടാകുമല്ലോ. വേണ്ടെന്ന് പറഞ്ഞ സംഗതി പിന്നെ ഉണ്ടായിട്ടില്ല, അത് നടക്കുമെന്ന് പറഞ്ഞ സംഗതി നടക്കാതിരുന്നിട്ടില്ല, മഴ പെയ്യുമെന്ന് പറഞ്ഞ സംഗതി മഴ പെയ്യാതിരുന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് വഫാത്തായ മിറാജിന്റെ വഫാത്തായതല്ലേ TMC എന്നോട് ദിവസം പറയാണ്, വയലത്തറയും TMCയും വാല് പറയുന്നു. ഒരു കാലത്ത് അന്ന് വാല് പറയാൻ വേണ്ടി അടുത്ത് കൊടുവള്ളിക്കടുത്തൊരു സ്ഥലത്ത് വാലിനേറ്റു. അവിടെ ഏറ്റപ്പോഴോ അന്ന് മഴക്കാലമാണ്. ആ നാട്ടിലുള്ളവർ ചെന്ന് ഖുതുബുൽ ആലമിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, വയലത്തറയും TMCയും വാലിനുണ്ട്. അന്ന് നല്ല മഴയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. എപ്പോഴാണ് വാല്? 9 മണിക്ക് തുടങ്ങും, 11 മണിക്ക് തീരും. ശൈഖുനാനോട് പറയുന്നു, ആ സമയം അവിടെ മഴ വേണ്ട, അനുഭവിച്ചവർ എന്നോട് പറഞ്ഞതാണ്, TMCയും എന്നോട് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടെ അതാ 9 മണി മുതൽ 11 മണി വരെ തീരെ മഴയില്ല. അതിന്റെ മുമ്പ് 8 മണിക്ക് തന്നെ മഴ ചോരുന്നു. 11 മണിക്ക് മഴ പെയ്യുന്നു. 11 മണിക്ക് ശേഷം പിന്നെയും മഴ പെയ്യുന്നു. ആ വയൽ കഴിയുന്നത് വരെ എത്ര ദിവസം വയൽ പറഞ്ഞിട്ടുണ്ടോ ആ ദിവസങ്ങൾ മുഴുവനും ഇതേ അനുഭവം ആ നാട്ടുകാർ അനുഭവിച്ചു പോയി. അങ്ങനെ എത്ര സംഭവമുണ്ട്. ശൈഖുനായുടെ പെങ്ങളുടെ മകളുടെ ഒരു കല്യാണത്തിന്റെ സമയത്ത് മഴയുടെ സമയമാണ്. വെള്ളം അതാ കാരിയിട്ട് മുറ്റത്തൊക്കെ പന്തലിടാൻ പ്രയാസമുണ്ട്, കസേരയിടാൻ പ്രയാസമുണ്ട്. നമ്മുടെ കല്യാണത്തിനോടനുബന്ധിച്ച് 2 ദിവസമോ അല്ലെങ്കിൽ ആ ദിവസം മഴ വേണ്ട. അങ്ങനെ എത്ര അനുഭവമുണ്ട്. അവിടുത്തെ വാക്ക് അല്ലാഹു തആല അങ്ങനെ തന്നെ പുലർത്തുന്നു. ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹു തആലയിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവനെ നാവ് കൊണ്ടൊന്ന് പറഞ്ഞാൽ റബ്ബ് ഇജാബത്താക്കും. അവനെ നാവ് കൊണ്ടൊന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ അത് വേണ്ട, വേണമെന്ന് പറഞ്ഞാൽ അത് വേണം, അതില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അതുണ്ടാകുമെന്ന് പറഞ്ഞാൽ അതുണ്ടാകും. എത്ര അനുഭവമുണ്ട്. വഫാത്തായി പോയ ചിത്താരി ഉസ്താദിന്റെ ഹദറത്തിൽ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം പോയില്ലേ? ചിത്താരി ഉസ്താദിന്റെ വീട്ടിൽ ചെന്നിട്ട് ഹംസ മുസ്ലിയാരെ, ഇതേത് മരമാണ് മുറ്റത്തുള്ളത്? ഇത് റുമ്മാന്റെ മരമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടാവൂല. കാരണം എന്താ? ഇത് മരുഭൂമിയൊന്നല്ലല്ലോ. ഉണ്ടാവില്ലെന്നോ? മരം വലുതായിട്ടുണ്ട്, പക്ഷേ ഒരു കായ പോലും ഉണ്ടായിട്ടില്ല. ഹംസ മുസ്ലിയാരെ, ആ മരത്തോട് ചെന്നിട്ട് കായ്ക്കാൻ പറയൂ, മരത്തോട് കായ്ക്കാൻ പറയൂ. ഹംസ മുസ്ലിയാർ പറഞ്ഞത് അങ്ങനെ തന്നെ പോയി മരത്തിന്റെ അടുത്ത് പോയി പറഞ്ഞു. പിറ്റേത്തെ കൊല്ലം ഹംസ മുസ്ലിയാർ പറയുന്നു, അതിൽ കായ നിറഞ്ഞു. ഒരു കുത്തു കൊടുത്തു, കായയുടെ കനം കൊണ്ട് അമ്പാകത്ത് കഴിഞ്ഞു. അങ്ങനെ 6 കുത്തു കൊടുത്തിട്ടാണ് ആ മരത്തെ പിന്നെ താങ്ങി നിർത്തിയത്. അങ്ങനെ എത്ര അനുഭവമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്. ഔലിയാക്കന്മാരും മഹാന്മാരും അല്ലാഹുവിലേക്ക് അടുത്തു. പിന്നെ അവരടുത്ത് ചെന്ന് പറയുമ്പോൾ അല്ലാഹു തആലയിലേക്ക് തവസ്സുലുമായി ചെന്നാൽ അല്ലാഹു തആല അത് പൂർത്തീകരിച്ചു കൊടുക്കുന്നു. അതല്ലേ നമ്മൾ അസ്മാഉൽ ബദർ ചെല്ലുന്നതിന്റെ തുടക്കത്തിൽ വദക്കറ ശൈഖു ദവ്വാനിയു അല്ലെങ്കിൽ വദക്കറ ശൈഖു ദാറാനിയു അന്നഹു സമിഅ മശായിഖുൽ ഹദീസ് അന്ന ദുആ മുസ്തജാബുൻ മിൻ ദിക്രി അസ്മാഇ അഹ്ലി ബദർ. അസ്ഹാബുൽ ബദറിന്റെ പേര് പറഞ്ഞിട്ട് ദുആ ഇജാബത്തുണ്ട്. ഇതും ബദരീങ്ങൾ തൊണ്ടുള്ള വാർഷികത്തിലാണ് നമ്മൾ ഉള്ളത്. അവരെ തവസ്സുൽ ചെയ്ത് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തആല ഇജാബത്ത് നൽകട്ടെ. ഇതിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ബദരീങ്ങളുടെ കാവൽ നൽകട്ടെ. അന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ. ബദരീങ്ങളെ പേര് പറഞ്ഞെടുത്ത് അല്ലാഹു തആല ഇജാബത്ത് കൊടുക്കും. നമ്മളൊക്കെ ദിവസവും ഓതുന്നവരല്ലേ? അല്ലെങ്കിൽ അത് ചെല്ലുമ്പോഴൊക്കെ നമ്മൾ പാരായണം ചെയ്യുന്നില്ലേ? എന്നിട്ട് അതിന്റെ ശേഷം പറയുന്ന വാക്കെന്താണ്? അതെ, അന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ വഖാല മുജറബ് വഖാല ഗൈറുഹു. ഒരുപാട് മഹാന്മാർ പരിശോധിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ ഒരുപാട് മഹാന്മാർ പറയുന്നു, വഖാല മുജറബ് വഖാല ഗൈറുഹു ഇന്ന കസീറൻ മിനൽ ഔലിയാ ലം തഹ്സുൽ ലഹുൽ വിലായ ഇല്ലാ ബിതവസ്സുലി അസ്മാഇ അഹ്ലി ബദർ. ബദരീങ്ങളെ തവസ്സുൽ ചെയ്തിട്ടല്ലാതെ ഔലിയാക്കന്മാർക്ക് വിലായത്ത് അധിക പേർക്കും കിട്ടിയിട്ടില്ല. ബദരീങ്ങളെ തവസ്സുൽ ചെയ്തിട്ട് ഔലിയാക്കന്മാർക്ക് വിലായത്ത് കിട്ടാറ് അധിക പേർക്കും. അതുകൊണ്ടാണ് വഹാബിസത്തിൽ ഔലിയാക്കന്മാരെ കാണൂല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വലിയുള്ളാഹി സലഫി, വലിയുള്ളാഹി സുല്ലമി കേൾക്കൂല. ഖിയാമത്ത് നാൾ വരെ കേൾക്കൂല. കാരണം അല്ലാഹു തആല ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ടിട്ടാണ് അത്തരത്തിലുള്ള മഹത്വത്തിലേക്ക് മഹാന്മാർ വളർന്നു വന്നിട്ടുള്ളത്. ഇത് മുഅ്മിനീങ്ങളുടെ വിശ്വാസമാണ്. നമ്മൾ തവസ്സുലിന്റെ അഹ്ലുകാരാണ്. നമ്മൾ ഇടനിലക്കാരനായി ബർക്കത്ത് കൊണ്ട് ചോദിക്കുന്നവരാണ്.
മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിലുള്ള ബൈത്ത് തീർത്തും അത് തന്നെയല്ലേ? അന്ത ഉമ്മുൻ അബൂൻ മറൈനാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അന്ത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സഫാ. നാളെ ആഖിറത്തിൽ എന്നെ രക്ഷപ്പെടുത്തേണ്ടത് തങ്ങളാണ് നബിയേ. അതെ, അല്ലാഹു തആല കൊടുത്തതല്ലേ അവർക്ക്, അല്ലാഹു തആല നൽകിയതല്ലേ മഹാന്മാർക്ക്. അതിൽ നിന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്നോട് എന്തിനാണ് അത് പറയാൻ പറഞ്ഞത്? അല്ലാഹു തആല തന്ന തൗഫീഖല്ലേ ഇത്? ഈ തൗഫീഖല്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചത്? അതല്ലേ നിങ്ങളെ മുന്നിൽ ഞാൻ പ്രകടിപ്പിക്കുന്നത്? അതല്ലാതെ നമുക്കെന്ത് കഴിവാണുള്ളത്? ഒരു ഈർക്കിൽ കഷ്ടം മാറ്റി വെക്കാനോ, ഒരു സൂചി എടുത്ത് കുത്താനോ, ഒരു സൂചിയുടെ കഷ്ണം അങ്ങോട്ട് എടുത്ത് മാറ്റാനോ ഒരു മനുഷ്യനിക്കും കഴിവില്ല, ഒരു വ്യക്തിക്കും കഴിവില്ല. അല്ലാഹു തആലാക്കല്ലാതെ ലാ മാനി ലിമാ തയ്യിത് വലാ മുതി ലിമാ മനാത് വലാ റദ്ദ ലിമാ ഖളൈത്. നമ്മളൊക്കെ ദുആ ചെയ്യുന്നവരും ദിക്ർ ചൊല്ലുന്നവരുമല്ലേ? അല്ലാഹു തന്നതല്ലാതെ ഒന്നുമില്ല. എന്നാൽ അല്ലാഹു തന്നതിൽ നിന്ന് ചോദിക്കാൻ നമുക്ക് അല്ലാഹു തആല അവസരം തന്നതാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നല്ലതാണോ സഹായിക്കണം, നല്ലതാണോ സഹായിക്കണം. ഒരു സഹായം ഒരാൾ ചോദിച്ചാൽ ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നില്ല, കഴിവിന്റെ പരമാവധി നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അത് ഈ ഭൂമിയിലുള്ള സിസ്റ്റമാണ്, ആലമുൽ അസ്ബാബിലാണ്. കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. രോഗം വന്നോ ഡോക്ടറെ കാണിക്കണം, അതുപോലെ മറ്റുള്ള പ്രയാസങ്ങൾ വന്നോ മഹാന്മാരുമായി ബന്ധപ്പെടണം. അങ്ങനെ ഏതൊക്കെ മേഖലയുണ്ടോ, തവസ്സുലിന്റെ മേഖല, ഇടനിലക്കാരനാക്കേണ്ട മേഖല, അതൊക്കെ നമ്മൾ തേടണം. തരുന്നവൻ അല്ലാഹു തആലയാണ്, നൽകുന്നവൻ അല്ലാഹു തആലയാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ഇത് തടസ്സമല്ലേ? അല്ലാഹു തആല ഈ സദസ്സും അസ്മാഉൽ ബദരീങ്ങളുടെ പേരിന്റെ ബറക്കത്ത് കൊണ്ട് ഇജാബത്തുള്ളതാക്കി തരട്ടെ. ഇനി നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹുവിനോട് നമുക്ക് പലതും ചോദിക്കണം. ഇത്തരം സദസ്സിലൂടെ നമ്മൾ കാണുന്നത് നമ്മുടെ ദോഷം ഒന്ന് പുറത്ത് കിട്ടണം. ചെയ്തു പോയ തെറ്റുകളൊക്കെ അല്ലാഹു തആല മാപ്പ് തരണം. പോരാ, ഇനിയുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി കിട്ടണം. ഇതാണ് നമ്മൾ എപ്പോഴും ഉറങ്ങി എഴുന്നേറ്റ് നമ്മൾ നേരെ സുബഹിക്ക് അല്ലാഹുമ്മ ഹ്ദിനാ, എന്നെ തെറ്റിലൊന്നും ആക്കല്ല അല്ലാ, എന്നെ നന്നാക്കണേ അല്ലാ, ഹിദായത്തിലാക്കണേ അല്ലാ. എത്ര അർത്ഥമുണ്ട് അതിന്. ഇത് വഹാബികൾ ചോദിക്കൂല. കാരണം എന്താ? ഒരിക്കൽ കുനൂത്തില്ല. സുബഹിക്ക് ഒന്ന് പടച്ചോനോട് നിസ്കാരത്തിൽ പടച്ചോനെ ഒന്ന് നന്നാക്കണേ, ഇത് പറയുന്നവരാണ് നമ്മള്. അല്ലാഹു തആല നമ്മുടെ ഉള്ളും പുറവും ലാഹിറും ബാത്തിനും അവൻ പൊരുത്തപ്പെട്ട രീതിയിലേക്ക് മാറ്റിത്തരട്ടെ. തങ്ങളുടെ ബറക്കത്ത് ഈ സദസ്സിൽ നൽകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഇവിടെ ലേലം വിളിച്ചെടുത്തവരുണ്ട്, പലരും സഹായിച്ചവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്. റബ്ബേ, ചോദിക്കാൻ ഞങ്ങൾ അർഹതയില്ല, എങ്കിലും ഇത്തരം മഹാന്മാരുടെ മദ്ഹ് ഞങ്ങൾ പറയുന്നത് ഏറ്റവും വലിയ ഇബാദത്തുമായി എടുത്ത മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യലാണ്. മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുടെ സ്വലാത്തും മുത്തുനബി തങ്ങളെ സ്നേഹിക്കാത്ത ഒരാളുടെ സ്വലാത്തും രണ്ടും രണ്ട് തന്നെയാണ്. ഹബീബായ തങ്ങളെ ഇഷ്ക് വെച്ച ഒരാളുടെ മഹബത്തുള്ള സ്വലാത്തും ഇഷ്ക് വെക്കാത്ത ഒരാളുടെ സ്വലാത്തും രണ്ടും രണ്ട് തരത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് മുഅ്മിനെ പറയുന്നത്, ഹബീബായ തങ്ങളെ നമ്മൾ സ്നേഹിക്കണം, മുത്തുനബി തങ്ങളെ മഹബത്ത് വെക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ ഒരു കോടി തവണ ചൊല്ലിയാലും ഇസ്ലാമിലേക്ക് പ്രവേശനം ലഭിക്കൂല. ഇല്ലാ ബി മുഹമ്മദ് റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറയാതെ, മുത്തുനബി തങ്ങളെ മദ്ഹ് പറയാതെ, മുത്തുനബി തങ്ങളെ മദ്ഹ് പറയാതെ ഇസ്ലാമിലേക്ക് പ്രവേശനം തന്നെ നിഷേധിച്ച മതമാ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമല്ല, മുസ്ലിം അല്ല. പോരാ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അതും പറഞ്ഞാലേ അവൻ മുസ്ലിം ആകൂ. മുത്തുനബി തങ്ങളെ മദ്ഹ് പറഞ്ഞിട്ട് വേണം ഇസ്ലാമിലേക്ക് കടക്കാൻ. പിന്നെ ഒരാൾ എങ്ങനെയാണ് ഹബീബ തങ്ങളെ മൗലിദ് നിഷേധിക്കുക? അതും മദ്ഹല്ലേ. ഹബീബ
ഹബീബായ തങ്ങളെ മധുവുമായി ബന്ധിച്ചത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും പുണ്യം തന്നെ, അത് മുഴുവനും ദർജ തന്നെ, അത് മുഴുവനും സ്വർഗത്തിലേക്കുള്ള വഴി തന്നെ. ഹബീബായ തങ്ങളെ മദ്ഹിനെ എതിർക്കുന്ന രീതിയിൽ ഒരാൾ ജീവിച്ചോ അവൻ നാശത്തിൽ തന്നെ, അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു തആല നമ്മളെയും നമ്മളെ മുഴുവൻ അഹ്ബാബീങ്ങളെയും സന്താന പരമ്പരകളെയും അഹ്ലികാരെയും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹിബ്ബീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.